നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പിലാത്തറയിൽ വാഹനാപകടം, യുവാവ് മരിച്ചു. രാജ്യത്തിന്റെ മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ UDF അധികാരത്തിലെത്തണമെന്ന് ഇ. അഹമ്മദ് MP. സഹപ്രവർത്തകനെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്യുന്നുവെന്നാരോപിച്ച് ചുമട്ടുതൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം. വധശ്രമക്കേസ് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോയ പോലീസിനെ ചുമട്ടുതൊഴിലാളികൾ ആക്രമിച്ചെന്ന് പോലീസ്. പരിപ്പ് വർഗ്ഗങ്ങൾക്ക് വില കൂടിയതോടെ ഹോട്ടലുകളും തട്ടുകടകളും പ്രതിസന്ധിയിൽ. നിനക്ക് മരണമില്ല, മണക്കാട് സാംസ്കാരിക വേദി വയലാർ അനുസ്മരണം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. പിലാത്ര പെട്രോൾ പമ്പിന് സമീപം ടിപ്പർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. ബൈക്ക് യാത്രികനായ കണ്ടോന്താർ സ്വദേശി സുനിൽകുമാറാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 11:30യോടെയാണ് സംഭവം. കാസർഗോഡ് ഭാഗത്തു നിന്ന് കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന ടിപ്പർ ലോറിയും കണ്ടോന്താറിൽ നിന്ന് ഉദനൂരിലേക്ക് പോവുകയായിരുന്ന ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത്. സഹോദരങ്ങളായ സുനിൽകുമാർ, അനിൽകുമാർ എന്നിവരാണ് ബൈക്കിലുണ്ടായിരുന്നത്. സുനിൽകുമാർ അപകടത്തിൽ മരണപ്പെട്ടു. അനിൽകുമാറിനെ ഗുരുതര പരിക്കുകളോടെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പിലാത്തറ പെട്രോൾ പമ്പിന് സമീപം അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന ഡ്രൈവർമാർക്ക് റോഡിലേക്കുള്ള പ്രവേശനത്തിലുണ്ടാകുന്ന അവ്യക്തതയാണ് അപകട കാരണമെന്ന് നാട്ടുകാർ. TV രാജേഷ് MLA സ്ഥലം സന്ദർശിച്ചു. പിലാത്തറ പെട്രോൾ പമ്പിന് സമീപം അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇവിടെ അപകടം നടന്നിരുന്നു. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ദുരന്തങ്ങൾ ഒഴിവായത്. ഇതിന്റെ തുടർച്ച തന്നെയാണ് ബുധനാഴ്ച അർദ്ധരാത്രിയിൽ നടന്ന അപകടവും. ഒരു മരണം കൂടി സംഭവിച്ചതോടെ പ്രശ്നം കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന ഡ്രൈവർമാർക്ക് റോഡിലേക്കുള്ള പ്രവേശനത്തെപ്പറ്റി വ്യക്തതയില്ലാത്തതാണ് അപകടങ്ങൾക്ക് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. സൂചനാ ബോർഡുകളുണ്ടെങ്കിലും അവയൊന്നും വേണ്ട വിധത്തിൽ ഫലവത്താകുന്നില്ലെന്നും നാട്ടുകാർ അഭിപ്രായപ്പെടുന്നു. TV രാജേഷ് MLA സ്ഥലം സന്ദർശിച്ചു. പരിയാരം പോലീസും RDS പ്രൊജക്ട് മാനേജർ അനിൽകുമാറും അടങ്ങുന്ന സംഘത്തോടൊപ്പമാണ് MLA സ്ഥലം സന്ദർശിച്ചത്. എല്ലാവരുടെയും ആവശ്യങ്ങൾ പരിഗണിച്ച് നമ്മൾ ഈ ജംഗ്ഷന് ഇമ്പ്രൂവ്മെൻറ്റ് താൽക്കാലികമായിട്ടുള്ള ഈ ഓപ്പണിങ്സ് അടച്ച് 2 ഓപ്പണിങ്സ് മാത്രം നിലവിൽ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളത് താൽക്കാലികമായിട്ട് അടച്ച് നമ്മൾ വണ്ടികളെ തിരിച്ചുവിടാനുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്താൻ പോകുന്നത്. ഹൈവേ എക്സ്പേർട്ട് നാളെയോ മറ്റന്നാളോ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവർ വന്നതിന് ശേഷം മാത്രം ഒരു ഫൈനൽ തീരുമാനം ഇതെങ്ങനെ വേണം എന്നുള്ളൊരു ഫൈനൽ തീരുമാനം നമ്മൾ കൺക്ലൂഡ് ചെയ്യത്തുള്ളൂ. അതിനുശേഷം മാത്രം നമ്മൾ ടെമ്പററി വർക്കുകൾ മാറ്റി പെർമനൻറ്റ് വർക്കിലേക്ക് തിരിയും. അതിനുശേഷം ഒരു അവയർനെസ് ക്യാമ്പയിൻ നമ്മളിവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. ഡ്രൈവേഴ്സിനും റോഡ് യൂസേഴ്സിനും എങ്ങനെയാണ് ഇവിടെ തിരിയേണ്ടതെന്നും ഒക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു അവയർനെസ് ക്യാമ്പയിൻ നമ്മൾ ഇലക്ഷന് ശേഷമാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും സൗകര്യപ്രദമായ ഒരു സമയം നോക്കിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനു വേണ്ടിയിട്ട്. നാട്ടുകാരിൽ നിന്നും ഓട്ടോ തൊഴിലാളികളിൽ നിന്നും റോഡിന്റെ അപകട സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കണ്ടെത്തുമെന്നും MLA പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഇനി തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. രാജ്യത്തിന്റെ മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ UDF അധികാരത്തിലെത്തണമെന്ന് ഇ. അഹമ്മദ് MP. പുതിയങ്ങാടിയിൽ തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം നേരിടുന്ന പ്രധാന പ്രശ്നം വർഗീയതയാണ്. വർഗീയ പ്രകടന നയമാണ് കേന്ദ്ര ഗവൺമെന്റ് തുടർന്നു വരുന്നത്. വർഗീയതയെ ചെറുത്തു തോൽപ്പിക്കാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് സാധിക്കൂ. കേരളത്തിന്റെ മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിച്ച പാരമ്പര്യമാണ് മുസ്ലിം ലീഗിനുള്ളത്. മതസൗഹാർദ്ദം നിലനിർത്താൻ UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നും ഇ. അഹമ്മദ് പറഞ്ഞു. എവിടെയെല്ലാം പങ്കെടുത്തിട്ടുണ്ടോ, UDF എവിടെയെല്ലാം സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ, അവിടെയെല്ലാം ആ സ്ഥാപനത്തിന്റെ ഭരണത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി എന്നും നിലനിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന
ഒരു പാരമ്പര്യമാണ് മുസ്ലിം ലീഗിനുള്ളത്. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താൽ ഇവിടെ ഐക്യജനാധിപത്യ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷം നേടും. വമ്പിച്ച ഭൂരിപക്ഷം നേടിയാൽ അവരിൽ അർപ്പിതമായ ഉത്തരവാദിത്തങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിർവഹിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ വിലയേറിയ വോട്ട് ഈ സന്ദർഭത്തിൽ തികച്ചും ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ട് ജനാധിപത്യ കക്ഷികൾക്ക് വേണ്ടി, ഐക്യജനാധിപത്യ മുന്നണി കക്ഷികൾക്ക് വേണ്ടി കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗായാലും കൂടിയുള്ള മറ്റു കക്ഷികളുടെയും സ്ഥാനാർത്ഥിത്വം ചെയ്യുക. അതാണ് നമ്മുടെ ഏറ്റവും ഭാരിച്ച ചുമതല. POP മുഹമ്മദ് അലി ഹാജി അധ്യക്ഷത വഹിച്ചു. VP വമ്പൻ, NK അബ്ദുള്ള ഹാജി, AV അഷ്റഫ്, VP മുഹമ്മദ് അലി, TP അബ്ബാസ് ഹാജി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. റിബലിൽ തട്ടി കാലിടറുമോ? UDFന്റെ ശക്തി കേന്ദ്രമെന്ന ഖ്യാതിയുള്ള തൃക്കരിപ്പൂരിൽ റിബലുകൾ UDFന് തലവേദനയാകുന്നു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ നിലവിൽ LDFന് 8ഉം UDFന് 5ഉം പ്രതിനിധികളാണ് ഉള്ളത്. UDF പ്രതിനിധി ജയിച്ചു വന്ന തൃക്കരിപ്പൂർ ടൗൺ ഡിവിഷനിൽ ഇത്തവണ മത്സരിക്കുന്ന കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് C രവിക്കെതിരെയാണ് മുൻ ബ്ലോക്ക് കോൺഗ്രസ് ട്രഷററായ കോട്ടപ്പുറം മുത്തലിബ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. C രവിയെപ്പോലെ തന്നെ രാഷ്ട്രീയ പരിചയവും പാരമ്പര്യവും മുത്തലിബിനും ഉണ്ട് എന്നുള്ളതാണ് UDF ക്യാമ്പിനെ ഭയപ്പെടുത്തുന്നത്. ആളും അരങ്ങും കോലാഹലങ്ങളും ഒഴിവാക്കി വ്യക്തികളെ നേരിൽ കണ്ടും സോഷ്യൽ മീഡിയ വഴിയുമാണ് സൈക്കിൾ ചിഹ്നത്തിൽ മുത്തലിബ് വോട്ട് തേടുന്നത്. മുസ്ലിം ലീഗിന്റെ ശക്തിദുർഗമായ IT 1-ാം വാർഡിലാണ് ഗ്രാമപഞ്ചായത്തിലേക്കുള്ള പ്രതിനിധികളെ സംബന്ധിച്ച് പ്രശ്നങ്ങളുള്ളത്. ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ മുസ്ലിം ലീഗ് നിർത്തിയ KM ഉമ്മക്കുൽസു കോണി ചിഹ്നത്തിലും മുസ്ലിം ലീഗ് തൊഴിലാളി സംഘടനയായ STUവിന്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ V അനീസ റിബൽ സ്ഥാനാർത്ഥിയായി കുടച്ചിഹ്നത്തിലും പൊരിഞ്ഞ മത്സരത്തിലാണ്. ഇരുഭാഗത്തും പ്രവർത്തകർ ആവേശത്തോടെയാണ് പ്രചരണം നടത്തുന്നത്. ലീഗിലെ ഈ പെൺപോരിൽ പഞ്ചായത്ത് നേതൃത്വമാണോ വാർഡ് നേതൃത്വമാണോ വിജയിക്കുകയെന്നതാണ് ജില്ല ഉറ്റുനോക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കല്യാശ്ശേരി, കണ്ണപുരം പഞ്ചായത്തുകളിൽ UDFന്റെ പ്രചാരണ പോസ്റ്ററുകൾ നശിപ്പിച്ചവർക്കെതിരെ കണ്ണപുരം പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന ആരോപണം. UDF കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. P രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണപുരം, കല്യാശ്ശേരി മേഖലകളിൽ UDFന്റെ തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകളും ബോർഡുകളും വ്യാപകമായി നശിപ്പിക്കുകയാണ്. ഇതിനെതിരെ കണ്ണപുരം പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു അന്വേഷണവും നടത്താത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു പോലീസ് സ്റ്റേഷൻ മാർച്ച്. പോലീസുകാർ CPMന്റെ ലോക്കൽ സഖാക്കളുടെ ആജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കുകയാണെന്നും പോലീസ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചട്ടുകങ്ങളായെന്നും സമരം ഉദ്ഘാടനം ചെയ്ത P രാമകൃഷ്ണൻ പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ പോലീസുകാർ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചട്ടുകങ്ങളാണോ? അവരുടെ വിഴുപ്പുപേടികളാണോ? അവരുടെ ദാസന്മാരാണോ? എങ്കിൽ അവർക്ക് ഈ കാക്കി ഉടുപ്പ് പറ്റില്ല എന്ന് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. ഈ തെരഞ്ഞെടുപ്പ് മാന്യമായി സമാധാനപരമായി നടത്തുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. കല്യാശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കാപ്പാടൻ ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ചന്ദ്രൻ തോട്ടത്തിൽ, PK വത്സൻ, രാജേഷ് പാലങ്ങാട്ട്, CT അമീർ അലി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. SI KP ഷൈൻ അധ്യക്ഷത വഹിച്ചു. അല്ലെങ്കിൽ അതിന് മുമ്പ് നിങ്ങൾക്ക് മാറ്റുന്നത് അങ്ങനെ മാറ്റാം. അതായത് ഒരു പാർട്ടി ചിഹ്നത്തെയോ അല്ലെങ്കിൽ ഒരു പാർട്ടിയോ അപമാനിക്കുക, അതായത് കരിവലയിക്കുന്നത് എൻ്റെ കണക്കിൽ അതാണ്. സാധാരണ എല്ലാവരും ചെയ്തു വരുന്നത് അങ്ങനെയാണ്. അത് ഞാൻ ചെയ്യുന്നില്ല. സമാധാനപരമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയാണ് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തത്. പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണ ബോർഡുകൾ അവരവർ തന്നെ മാറ്റാൻ യോഗത്തിൽ തീരുമാനമായി. തെരഞ്ഞെടുപ്പ് സമാധാനപൂർണ്ണമാക്കാൻ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും സഹകരിക്കും. LDF, UDF, BJP, SDPI തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ശ്രദ്ധേയയായി 7ാം ക്ലാസ് വിദ്യാർത്ഥിനി. ഉദനൂർ സെൻട്രൽ AUP സ്കൂളിലെ സാന്ദ്ര സജീവനാണ് അനൗൺസ്മെന്റുകൾ കൊണ്ടും പാരഡി ഗാനങ്ങൾ കൊണ്ടും പ്രചാരണ രംഗത്ത് താരമാകുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്തിൽ കത്തിപ്പടരുകയാണ് സാന്ദ്ര സജീവന്റെ പാട്ടും പ്രചാരണവും. ഉദനൂർ സെൻട്രൽ AUP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സാന്ദ്ര പാട്ടിനൊപ്പം മൈക്ക് പ്രചരണവുമായും അരങ്ങുണർത്തുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കർമ്മധീരനായ പോരാളി സഖാവ് ഡോക്ടർ VPB മുസ്തഫ വോട്ടർമാരെ നേരിൽ കാണുന്നതിനായി ഇതുവഴി കടന്നു വരികയാണ്.
തെരഞ്ഞെടുപ്പിൽ കുട്ടികൾക്ക് എന്ത് കാര്യമെന്ന ചോദ്യത്തിനുള്ള നല്ല മറുപടിയാണ് വിപ്ലവ വീര്യമുണർത്തുന്ന സാന്ദ്രയുടെ അനൗൺസ്മെന്റ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളിൽ പലർക്കും പ്രചാരണത്തിന്റെ അലയടിച്ചെത്തുന്നത് സാന്ദ്ര ജീവന്റെ റെക്കോർഡ് ചെയ്ത പാട്ടും പ്രചാരണവുമാണ്. അനൗൺസ്മെന്റിലെ വ്യത്യസ്തത പ്രചാരണ രംഗത്ത് ഈ കുട്ടിയെ തിരക്കുകാരിയാക്കുന്നു. കാവുമ്പായി പത്മനാഭന്റെ വരികൾക്ക് സാന്ദ്ര പകരുന്ന ശ്രുതിമധുരം കേൾവിക്കാരെ വല്ലാതെ ആകർഷിക്കുന്നുമുണ്ട്. കൊടികൾ ചെങ്കൊടികൾ ചെങ്കൊടികൾ നാടെങ്ങും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നമ്മുടെ വോട്ടെല്ലാം. കൊടികൾ ചെങ്കൊടികൾ ചെങ്കൊടികൾ നാടെങ്ങും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ മണ്ഡലത്തിൽ PK ശ്രീമതിക്കായി പാട്ടുപാടി വന്ന സാന്ദ്രയുടെ ശ്രീമതി ടീച്ചർ എന്ന അമ്മയെപ്പോലിഷ്ടം എന്ന ഗാനം ഏറെ ഹിറ്റായിരുന്നു. അരുവിക്കരയിൽ M. വിജയകുമാറിനു വേണ്ടി പാടിയ പാട്ടുകൾ സോഷ്യൽ മീഡിയയിൽ ലക്ഷത്തിലേറെ പേരാണ് ആസ്വദിച്ചത്. CPM തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി അംഗം ഇടയിലക്കാട്ടിലെ VV സജീവന്റെയും സുഷയുടെയും മകളാണ് 11-കാരിയായ സാന്ദ്ര. ഗായകൻ രാജേഷ് തൃക്കരിപ്പൂരിന് കീഴിൽ 7 വർഷമായി സംഗീതം അഭ്യസിക്കുന്ന കൊച്ചുഗായിക പയ്യന്നൂർ SS ഓർക്കസ്ട്രയിലെ പാട്ടുകാരി കൂടിയാണ്. പാടിപ്പതിഞ്ഞ പഴയ ഗാനങ്ങളോടാണ് സാന്ദ്രയുടെ പ്രണയം. വിപ്ലവ ഗാനമേളകളിൽ സജീവമാണ് ഈ വിദ്യാർത്ഥിനി. ജില്ലാ പഞ്ചായത്ത് പെരിയ ഡിവിഷനിലെ ഇടതു സ്ഥാനാർത്ഥി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ ഡോക്ടർ VPP മുസ്തഫ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾക്കായി സാന്ദ്രയുടെ പാട്ടും പ്രസംഗവും കൊഴുത്തുവരികയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. നഗരസഭയിലെ LDF സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓട്ടോറിക്ഷ റാലി സംഘടിപ്പിച്ചു. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം നടന്ന ചടങ്ങിൽ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. 100ഓളം ഓട്ടോറിക്ഷകൾ ദേശീയപാതയിൽ വെള്ളൂർ പെരുമ്പാത്തിയിൽ നഗരത്തിൽ സമാപിച്ചു. പയ്യന്നൂരിൽ പോലീസിനു നേരെ അക്രമം. പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോയ പോലീസിനെ എടാട്ട് വെച്ച് ചുമട്ടുതൊഴിലാളികളാണ് ആക്രമിച്ചതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ. പയ്യന്നൂർ കോറോം സ്വദേശിയും പെരുമ്പയിൽ ചുമട്ടുതൊഴിലാളിയുമായ പ്രസന്നനെ കസ്റ്റഡിയിലെടുക്കുന്നതിനായാണ് പോലീസ് എടാട്ടെത്തിയത്. പ്രസന്നനെ പിടികൂടിയപ്പോൾ കൂടെയുണ്ടായിരുന്ന ചുമട്ടുതൊഴിലാളികൾ പോലീസിന് നേരെ അക്രമം അഴിച്ചുവിട്ടതായാണ് പോലീസ് പറയുന്നത്. മാരകായുധങ്ങളുമായി സംഘം ചേർന്നാണ് പോലീസിന് നേരെ ആക്രമണം നടത്തിയതത്രേ. BJP പ്രവർത്തകനായ ബിജു ആലക്കോടിനെതിരെയുണ്ടായ വധശ്രമത്തിനാണ് പ്രസന്നനെ പോലീസ് പിടികൂടാനെത്തിയത്. SI KG വിപിൻകുമാറിനും കൂടെയുണ്ടായിരുന്ന കേരള ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിലെ 4 സേനാംഗങ്ങൾക്കുമാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. പരിക്കേറ്റ പോലീസുകാരെ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസിന് നേരെ നടന്ന ആക്രമണത്തിൽ പെരുമ്പയിൽ നിന്നും N. സുധീർ, KB വിനോദ് എന്നീ 2 CITU ചുമട്ടുതൊഴിലാളികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ പോലീസിനെ വിന്യസിക്കാനാണ് പോലീസിന്റെ തീരുമാനം. സഹപ്രവർത്തകനെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്യുന്നുവെന്നാരോപിച്ച് ചുമട്ടുതൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പയ്യന്നൂർ ടൗൺ കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ നിരവധി തൊഴിലാളികൾ അണിനിരന്നു. കള്ളക്കേസും പോലീസ് മർദ്ദനവും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ചുമട്ടുതൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ചുമട്ടുതൊഴിലാളിയായ പ്രസന്നനുമേൽ ചുമത്തിയ വധശ്രമക്കേസ് കെട്ടിച്ചമച്ചതാണെന്നും ഇതിന്റെ പേരിൽ തൊഴിലാളികളെ വേട്ടയാടുകയാണെന്നും തൊഴിലാളികൾ പറയുന്നു. ടൗൺ കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ നിരവധി പേർ അണിനിരന്നു. നിനക്ക് മരണമില്ല. മണക്കാട് സാംസ്കാരിക വേദി വയലാർ അനുസ്മരണം സംഘടിപ്പിച്ചു. ഡോക്ടർ ജിനേഷ് കുമാർ എരമം അനുസ്മരണ പ്രഭാഷണം നടത്തി. യഹോവ പറയുന്ന ആകാശത്തുനിന്ന് പണ്ട് ഈ മനുഷ്യനെ അവിടെ നിന്ന് തച്ചിറക്കേണ്ടായിരുന്നു, ഏഴ് തോട്ടത്തിൽ നിന്നും അടിച്ചിറക്കിയല്ലോ, അത് ചെയ്യേണ്ടായിരുന്നു എന്ന് പറയുന്ന മനുഷ്യൻ. ചടങ്ങിൽ ഡോക്ടർ ജിനേഷ് കുമാർ എരമം വയലാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. തുടർന്ന് വയലാറിന്റെ കവിതകളും ഗാനങ്ങളും ഉൾപ്പെടുത്തി വേദി പ്രവർത്തകർ അവതരിപ്പിച്ച ഗാനസന്ധ്യയും അരങ്ങേറി. തളിപ്പറമ്പ് അഡീഷണൽ ICDSന്റെ ആഭിമുഖ്യത്തിൽ ന്യൂട്രീഷൻ എക്സിബിഷൻ സംഘടിപ്പിച്ചു. കടന്നപ്പള്ളി ഹെൽത്ത് ഇൻസ്പെക്ടർ EN ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നടത്തിവരാറുള്ള ന്യൂട്രീഷൻ വാരാചരണത്തിന്റെ ഭാഗമായാണ് പഞ്ചായത്ത് തല വാരാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത്.
ചന്തപ്പുര സാംസ്കാരിക നിലയത്തിൽ നടന്ന എക്സിബിഷൻ ശ്രദ്ധേയമായി. നാടൻ ചേരുവകൾ കൊണ്ടാണ് ഭക്ഷണങ്ങൾ നിർമ്മിച്ചത്. ചക്കയുടെ വിവിധതരം പലഹാരങ്ങൾ, കപ്പയുടെ സൂപ്പ്, അവിൽ, വിവിധതരം ഇലക്കറികൾ കൊണ്ടുള്ള ഭക്ഷണങ്ങൾ എന്നിവ എക്സിബിഷനെ ശ്രദ്ധേയമാക്കി. എക്സിബിഷൻ്റെ ഉദ്ഘാടനം CDPO ഇൻചാർജ് C. ചേയിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ കടന്നപ്പള്ളി പ്രാഥമികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ EN ജനാർദ്ദനൻ നിർവഹിച്ചു. ICDS സൂപ്പർവൈസർ K. മാധവി, അംഗൻവാടി വർക്കർ M. തങ്കമണി, P. ലക്ഷ്മിക്കുട്ടി എന്നിവർ സംസാരിച്ചു. എക്സിബിഷനെ തുടർന്ന് വിവിധ ക്ലാസുകളും നടന്നു. പരിപ്പുവർഗ്ഗങ്ങൾക്ക് വില കൂടിയതോടെ ഹോട്ടലുകളും തട്ടുകടകളും പ്രതിസന്ധിയിൽ. പരിപ്പുവട, ഇഡ്ഡലി, സാമ്പാർ എന്നിവയുണ്ടാക്കാൻ വലിയ ചെലവ് വരുന്നതായി ഹോട്ടൽ ഉടമകൾ. പരിപ്പ് വർഗ്ഗങ്ങൾക്ക് വില കൂടിയത് കാരണം പലചരക്ക് കടകളിൽ പോകാൻ ഭയമാണ്. മാർക്കറ്റുകളിൽ 1 കിലോഗ്രാം നല്ല ഇനം പരിപ്പിൻ്റെ വില 200 രൂപയാണ്. ഗുണമേന്മ കുറഞ്ഞതിന് 150 രൂപ വിലയും. 120 രൂപ മുതൽ 130 രൂപയ്ക്ക് ലഭിച്ചിരുന്ന പരിപ്പ് വർഗ്ഗങ്ങൾക്കാണ് വില അങ്ങേയറ്റം കുതിച്ചുയരുന്നത്. പരിപ്പ് വർഗ്ഗങ്ങളുടെ വില വർധന ഹോട്ടലുകളെയും തട്ടുകടകളെയും പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. ദോശയും വടകളും ഉണ്ടാക്കാൻ ചെലവ് കൂടി വരികയാണെന്നാണ് ഹോട്ടലുടമ പറയുന്നത്. ഉള്ളിക്ക് വില കൂടുതൽ, 20 രൂപേൻ്റെ ഉള്ളിക്ക് ഇപ്പം 40 രൂപയായി. അതുകൊണ്ട് കച്ചവടവും മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പണിക്കാർക്കൊക്കെ കൂലി കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. പഴയ അവസ്ഥയിലും കുറേ ഇതായി. ഇപ്പോൾ ഒരുപാട് വില കൂടി. വടയൊന്നും ഉണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ ഉള്ളിവട ഉണ്ടാക്കാൻ ഇപ്പോൾ ഇങ്ങനെ പരമാവധി ഇങ്ങനെ ഒരുവിധം ഇങ്ങനെ ഒപ്പിച്ച് പോകുന്നു. പരിപ്പിൻ്റെ വില കൂടിയത് കാരണം കച്ചവടം നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് കച്ചവടക്കാർ. വില കൂട്ടിയാൽ ആവശ്യക്കാർ കുറയുന്ന അവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. പരിപ്പിൻ്റെ വില ഉടൻ കുറയുമെന്ന പ്രതീക്ഷയും ഇവർക്കില്ല. ഉഴുന്നുപരിപ്പിന് വില കൂടുന്നത് പപ്പട വ്യവസായത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. തൃക്കരിപ്പൂർ താങ്കയം കാമ്പ്രത്ത് ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം കളിയാട്ടത്തിന്റെ സോവനീർ ശ്രീ ശങ്കരാചാര്യ സർവകലാശാല പയ്യന്നൂർ പ്രാദേശിക കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ E. ശ്രീധരൻ പ്രകാശനം ചെയ്തു. തൃക്കരിപ്പൂർ താങ്കയം കാമ്പ്രത്ത് ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്ര പരിസരത്ത് നടന്ന ഭക്തിസാന്ദ്രമായ ചടങ്ങിൽ കാമ്പ്രത്ത് കന്നിക്കൊട്ടിൽ എന്ന നാമത്തിൽ തയ്യാറാക്കിയ സോവനീർ ഡോക്ടർ E. ശ്രീധരൻ ക്ഷേത്രം കാരണവർ KK ഗോവിന്ദ പൊതുവാൾക്ക് നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു. ഒരു വീട്ടിലുള്ളവർ പോലും പരസ്പരം അറിയാതെ ജീവിക്കുന്ന പുതിയ കാലത്ത് ഈ കഴിഞ്ഞ വർഷം ഇറങ്ങിയ കഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കഥകളുടെ പേര് ഒറ്റ എന്നാണ്. ഒറ്റ എന്നൊരു കഥ എഴുതിയത് ഒന്ന് PV ഷാജികുമാർ, കാഞ്ഞങ്ങാടുള്ള PV ഷാജികുമാർ. മറ്റൊരു ഒറ്റ എന്നൊരു കഥ എഴുതിയത് വാസുവാണ്. മാനേജിംഗ് ട്രസ്റ്റി K. ഭാസ്കരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. എഡിറ്റർ K. ശ്രീനിവാസൻ മാസ്റ്റർ സോവനീർ പരിചയപ്പെടുത്തി. ചെയർമാൻ AK ധനഞ്ജയൻ സ്വാഗതവും കൺവീനർ ബിജു കാമ്പ്രത്ത് നന്ദിയും പറഞ്ഞു. സീനിയർ സിറ്റിസനെ അപമാനിച്ചതിൽ ഗ്യാസ് ഏജൻസിക്കെതിരെ വക്കീൽ നോട്ടീസ്. നിലയമ്പത്തെ കരിമ്പിൽ ഗ്യാസ് ഏജൻസിക്കെതിരെയാണ് തൃക്കരിപ്പൂർ ഒളവറിയിലെ SN അഹമ്മദ് വക്കീൽ നോട്ടീസ് അയച്ചത്. 15 മാസത്തോളമായി ഗ്യാസ് സബ്സിഡി ലഭിക്കാത്തതിനെ തുടർന്ന് നീലേശ്വരം ഗ്യാസ് ഏജൻസിക്ക് തൃക്കരിപ്പൂർ ഒളവറിയിലെ SN അഹമ്മദ് വക്കീൽ നോട്ടീസ് അയച്ചു. SN അഹമ്മദ് എന്ന പേരിലുള്ള എല്ലാ രേഖകളും ഹാജരാക്കിയിട്ടും കമ്പ്യൂട്ടറിൽ പേർ തെറ്റി ഫീഡ് ചെയ്തതുകൊണ്ടാണ് സബ്സിഡി ലഭിക്കാത്തതെന്നാണ് ഏജൻസിയിൽ നിന്ന് അറിയിച്ചത്. ഇതിനെ തുടർന്ന് സെപ്റ്റംബർ 1 വീണ്ടും പേര് തിരുത്തി നൽകി. എന്നാൽ സബ്സിഡി ലഭിച്ചിട്ടില്ല. ഇത് ചോദ്യം ചെയ്തപ്പോൾ വയോധികനായ SN അഹമ്മദിനോട് അപമര്യാദയായി ഏജൻസി അധികൃതർ പെരുമാറിയെന്ന് അഹമ്മദ് പറയുന്നു. ഇപ്പം എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും എൻ്റെ SN അഹമ്മദിനാണ്. ആ ഡോക്യുമെൻറ്റ്സെല്ലാം ഞാൻ ഹാജരാക്കിയിരുന്നു. പിന്നെ ഈ 10-15 മാസമായിട്ട് ഇപ്പോൾ എനിക്ക് സബ്സിഡി തന്നിട്ടില്ല. അതിന് ഈ നിയമപരമായിട്ട് ഞാനല്ല എടുത്തുകൊണ്ടും ഞാൻ പോകും. ഏജൻറ്റ് തെറ്റുപറവരാന്ന് ഇതിനെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സെല്ലാം ഞാൻ ഹാജരാക്കിന്, SN അഹമ്മദിൽ ഹാജരാക്കിന്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നിയമപരമായിട്ട് ഞാൻ പോകേണ്ടടുക്കെല്ലാം പോകും. അതിന് മറുപടി അവർ തന്നത് കൈയും പോലെ വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള മറുപടി. അങ്ങനെ ഒരു സീനിയർ സിറ്റിസൻ്റെ ഒരു പെരുമാറ്റമല്ല എന്നോടുണ്ടായത് അവർ. ഇതിനെ തുടർന്നാണ് അഹമ്മദ് അഡ്വക്കേറ്റ് A. പത്മനാഭൻ മുഖാന്തിരം സബ്സിഡി തുക ലഭിക്കുന്നതിനും കമ്പ്യൂട്ടറിൽ പേര് മാറ്റി ഫീഡ് ചെയ്തത് തന്റെ കുറ്റമല്ലെന്നും കാണിച്ച് വക്കീൽ നോട്ടീസ് അയച്ചത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. പരിപ്പ്, ഉഴുന്ന് വർഗ്ഗങ്ങൾക്ക് അവിശ്വസനീയമായ വിലക്കയറ്റം. കുടുംബ ബജറ്റ് താളം തെറ്റുന്നു. പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക്.
ഒരു സാധാരണക്കാരൻ ഇന്ന് കൂലി എന്ന് പറയുന്നത് ഏറ്റവും കൂടിയ കൂലി എന്ന് പറയുന്നത് ഒരു 500 രൂപയൊക്കെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ആ 500 രൂപ കിട്ടിയാൽ ഒരു ദിവസം ആ വീട്ടിലേക്ക് വേണ്ടുന്ന അരി, പിന്നെ പരിപ്പ് വർഗ്ഗങ്ങൾ, പിന്നെ അതായത് ജീവൻ നിലനിർത്താൻ വേണ്ടുന്നതായ സാധനങ്ങൾ വാങ്ങിക്കാൻ ഈ 500 രൂപ കൊണ്ട് ഏകദേശം മുട്ടിക്കാൻ പറ്റുന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ കുടുംബത്തിനെ കുറിച്ചും അവസ്ഥ ഇതാണ്. അപ്പോൾ ഇവിടെ അതിനനുസരിച്ചിട്ട് വ്യവസായ പുരോഗതിയോ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും ഒരു ജീവനാംശത്തിന് വേണ്ടിയിട്ടുള്ള യാതൊരു തരത്തിലുള്ള കൂലി വർധനയോ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. ഈ വിലക്കയറ്റം മാത്രം വരുന്നു. ഇത് ഏത് രീതിയിൽ ഇനി ജനം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കും. ഈ പൂഴ്ത്തി വെക്കുക, കയ്യവാരി പിടിക്കുക, പൂഴ്ത്തി വെക്കുക. ലേശം വില കയറുന്നുണ്ടെന്ന് പറയുമ്പോൾ എല്ലാ സാധനവും എടുത്ത് പൂഴ്ത്തി വെക്കുന്ന പരിപാടി. അതിനൊരു നിയമം ഉണ്ടാക്കുക, പിടിക്കുക. അത് ചെറിയ വിലക്ക് എല്ലാവർക്കും കൊടുക്കാൻ, ഒരുപോലെ കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യുക. കാരണം അത് ചെയ്യാത്തോളം കാലം നേരെയാവില്ല. വെറുതെ പിടിച്ചതിനെ കൊണ്ട് കാര്യമില്ല. ഇതിൻ്റെ പറഞ്ഞ് ഇത്ര ഇത് പിടിച്ചു, ഇത്ര ഗിൽഡിൽ പിടിച്ചു എന്ന് പറഞ്ഞു. ആ പിടിച്ച സാധനം എന്താക്കി ആയിക്ക് കൊടുത്തു, അത് അതിനെപ്പറ്റി അറിയില്ലല്ലോ. അപ്പോൾ ചെയ്യേണ്ട പണിയെന്ന് പറഞ്ഞാൽ പിടിച്ചാൽ സപ്ലൈക്കോ മുഖാന്തരം പറ്റാം ചെറിയ വിലക്ക് കൊടുക്കാൻ പറ്റും. എന്നാലും മാത്രമേ അതിൻ്റെ വില നിയന്ത്രിക്കാൻ പറ്റൂ. ഉൽപാദന രംഗത്ത് നമ്മുടെ സംസ്ഥാനവും അതുപോലെ അന്യ സംസ്ഥാനവും പുറകോട്ട് പോയതിൻ്റെ പരിണിത ഫലമാണെന്ന് ഞാൻ പറയും. അല്ലാതെ ഒരു ഭരണമാറ്റത്തിനോ ആര് ഭരിച്ചാലും നമ്മൾ ഉൽപാദന രംഗത്ത് കാര്യക്ഷമമായ പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ ഇതുപോലെ പയർവർഗ്ഗം എന്നുള്ള അരി ഭാവിയിൽ നമ്മൾ മലയാളിയുടെ നിത്യ ഭക്ഷണം എന്ന നിലയിൽ അരിയുടെ വിലയും വളരെ ക്രമാതീതമായിട്ട് വർദ്ധിക്കും. അതുകൊണ്ട് കാർഷിക മേഖലയിലെ വളരെ ശ്രദ്ധാപൂർവം കരുതലോടെ ഭരണകൂടവും അതുപോലെ പൊതുസമൂഹവും രംഗത്തിറങ്ങിക്കൊണ്ട് നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള കൃഷി രീതി തുടർന്ന് പോയാലേ ഈ പരിപ്പ് വർഗ്ഗങ്ങൾ അതുപോലെ പയർവർഗ്ഗങ്ങളുടെ വില തടയാൻ പറ്റുള്ളൂ. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിലാത്തറയിൽ വാഹനാപകടം, യുവാവ് മരിച്ചു. രാജ്യത്തിന്റെ മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ UDF അധികാരത്തിലെത്തണമെന്ന് E. അഹമ്മദ് MP. സഹപ്രവർത്തകനെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്യുന്നുവെന്നാരോപിച്ച് ചുമട്ടുതൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം. വധശ്രമക്കേസ് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോയ പോലീസിനെ ചുമട്ടുതൊഴിലാളികൾ ആക്രമിച്ചെന്ന് പോലീസ്. പരിപ്പ് വർഗ്ഗങ്ങൾക്ക് വില കൂടിയതോടെ ഹോട്ടലുകളും തട്ടുകടകളും പ്രതിസന്ധിയിൽ. നിനക്ക് മരണമില്ല. മണക്കാട് സാംസ്കാരിക വേദി വയലാർ അനുസ്മരണം സംഘടിപ്പിച്ചു. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.